രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുവിനെന്ന് സങ്കീർത്തനങ്ങൾ നമുക്ക് വായിക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയുവാൻ അല്ലെങ്കിൽ നമ്മുടെ അധരങ്ങൾ കൊണ്ട് പറയേണ്ടിയിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനം തന്നെയാകുന്നു യഹോവ വാഴുന്നു എന്നുള്ളത്. കാരണം നമുക്ക് ചുറ്റും നോക്കിയാൽ, നമ്മുടെ ന്യൂസ് ചാനലുകൾ നോക്കിയാൽ, പത്രം നോക്കിയാൽ ഒക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം ലോകത്തിൽ ആ സംഭവങ്ങൾ, ദുഷ്ടതയുടെയും യുദ്ധത്തിൻ്റെയും അനീതിയുടെയും അക്രമങ്ങളുടെയും സംഭവങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു നീതിയും ന്യായവും നടത്തിത്തരും എന്നെല്ലാം മനുഷ്യരാണെങ്കിൽ ചിന്തിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിലും നമുക്ക് ചുറ്റും നിന്നും ഒരു രാഷ്ട്രീയക്കാരിലേക്കോ ഒരു മതത്തിൻ്റെ അധികാരികളിലേക്കോ സാമൂഹികമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കോ നോക്കി നമുക്ക് ആവശ്യമായിരിക്കുന്ന നന്മ പ്രാപിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്ന നാം, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നാം ഈ ഭൂമിക്ക് വേണ്ടിയുള്ളതല്ല. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നുവെങ്കിൽ ഉയരത്തിൽ, ക്രിസ്തു വസിക്കുന്നിടമായിരിക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, അവിടെ നിന്ന് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു രാജാവായി വരുമെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടുകൂടി ഈ ഭൂമിയിലായിരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വാഴ്ചകളുടെയും മുകളിൽ ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായിരിക്കുന്ന യഹോവയുടെ വാഴ്ച നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി വരുവാൻ, സകല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ശത്രുവിൻ്റേതായിരിക്കുന്ന ഉപദ്രവങ്ങളെയും പൈശാചികമായിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും ജയിക്കുവാൻ യഹോവ നമ്മുടെ ജീവിതത്തിൽ വാഴേണ്ടുന്നതിനായി ഇന്ന് പകൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, അപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന അപ്പച്ച. ഹല്ലേലൂയ. അങ്ങ് സർവശക്തനായിരിക്കുന്ന ദൈവം കർത്താവേ, അതുപോലെ തന്നെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മയേക്കാൾ, ഒരപ്പനേക്കാൾ, ഈ ലോകത്തിലെ മറ്റാരെയുംക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹസ്വരൂപനായിരിക്കുന്ന ഞങ്ങളുടെ ദൈവ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഇരുട്ടിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അധിപതിയായിരിക്കുന്ന തൻ്റെ സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വച്ച ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം പറയുന്നവരാകണം എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന പച്ച. ദൈവമേ, ഈ ലോകത്തിൽ പിശാചിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ വിട്ടുകൊടുക്കാതെ, നിത്യമരണത്തിനും നിത്യനാശത്തിനും നിത്യനരകത്തിനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കാതെ, ആ നിത്യസ്വർഗത്തിൽ, മനോഹരമായിരിക്കുന്ന സ്വർഗത്തിൽ പിതാവായിരിക്കുന്ന ദൈവത്തോടൊപ്പം, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടൊപ്പം, അനേകായിരം ദൂതന്മാരോടൊപ്പം, സിദ്ധന്മാരായിരിക്കുന്ന ആദ്യജാതന്മാരുടെ സർവ്വസംഘത്തിനും ഒപ്പം, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളെയും അവിടെ നിന്ന് ദൈവമേ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ ആരാധിക്കുവാനായി വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ ഓട്ടം ഇവിടെ സ്ഥിരതയോടെ ഓടുവാൻ, വിരുദു തെറ്റാതെ ഓടുവാൻ, ക്രിസ്തുവിനെ നോക്കി ഓടുവാൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നോക്കി ഞങ്ങളുടെ ഓട്ടം ഓടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ പിന്നിലേക്ക് വലിക്കുന്നു. ചില പാപബന്ധനങ്ങൾ ഞങ്ങളെ ഈ ഭൂമിയിൽ ദൈവമേ വലച്ചു കളയുന്നു. അപ്പാ, അതിനെല്ലാം കുടഞ്ഞു കളയുവാൻ, യേശുവിൻ്റെ രക്തത്താൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, ദൈവമേ, ജീവിത ഭാരങ്ങൾ ഞങ്ങൾ ദൈവമേ വഹിക്കാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, നിൻ്റെ സകല ഭാരവും എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പറഞ്ഞ ചിന്താകുലങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ അങ്ങ് പറഞ്ഞിരിക്കുകയല്ല കർത്താവേ. ഞങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ കഴിയാതിരിക്കുന്ന സകലതിനെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക്, ക്രിസ്തുവിൻ്റെ ആ കാൽവരിയിലേക്ക് ഏൽപ്പിച്ച് കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഇന്ന് ലോകം വഷളായിക്കൊണ്ടിരിക്കുന്ന കർത്താവേ, യുദ്ധം രാജ്യങ്ങളെ ദൈവമേ കീഴടക്കുവാൻ തക്കവണ്ണം വെല്ലുവിളിച്ച് മുന്നേറുമ്പോൾ കർത്താവേ, സ്തോത്രമായ യുദ്ധമുഖങ്ങളിലായിരിക്കുന്ന ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സമാധാനത്തെ അവിടെ നിന്ന് കൊടുക്കണമേ, സുരക്ഷിതത്വത്തെ അവിടെ നിന്ന് കൊടുക്കണമേ. തീമതിലായി ദൈവം അവർക്ക് ചുറ്റുമുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാമ്പത്തിക വ്യവസ്ഥിതിയിൽ വലിയ ദൈവമേ മാറ്റങ്ങൾ വരരുത്. ദൈവമേ, ഭക്ഷണത്തിനും ശുദ്ധജലത്തിനും ക്ഷാമം വരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ. വിലക്കയറ്റങ്ങൾ അതിക്രമിക്കരുതേ കർത്താവേ. ദൈവമേ, സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ദൈവമേ ഭാവി ജീവിതങ്ങൾ താളപ്പിഴയിലേക്ക് ആകിപ്പോകരുതേ ദൈവമേ. എഡ്യൂക്കേഷൻ സിസ്റ്റം കർത്താവേ, ദൈവമേ, അത് തകരുവാൻ അനുവദിക്കരുതേ എന്നെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ ഈ വിഷയത്തിൽ മറ്റൊന്നും ചെയ്യുവാനില്ലാതിരിക്കുമ്പോൾ കർത്താവേ, ദൈവസന്നിധിയിൽ രാവും പകലും വേദനിക്കുന്നവർക്കായി, തകർന്നവർ
തകർന്നവർക്കായി, മുറിവേറ്റിരിക്കുന്നവർക്കായി നിലവിളിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും പിതാവേ, ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളുടെ പരിശുദ്ധാത്മാവ് ദൈവമേ കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഇവിടെ നടക്കുന്ന എക്സാമുകളിലെല്ലാം നല്ല ജയത്തെ അവിടെ നിന്ന് കൊടുക്കണമേ. എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പഠിച്ചിട്ട് ഏകാഗ്രത കിട്ടാതെ, ഓർമ്മയിൽ നിൽക്കാതെ, ദൈവമേ ടെൻഷനും ഭയവും വന്ന് നേരായി എഴുതുവാൻ, സ്കൂളിലൊക്കെ ഒന്നും പോകുവാൻ കഴിയാതെയൊക്കെ വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തക്ക സമയത്തിൻ്റെ ദൈവം കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനായി വഴികൾ, വാതിലുകൾ ഒരുക്കണമേ. കർത്താവ്, വിവാഹം നടക്കാതിരിക്കുന്ന മക്കൾക്ക് വേഗത്തിൽ തക്ക തുണകളെ അവിടെ നിന്ന് ഒരുക്കണമേ. ദൈവമേ, നല്ല ഹയർ സ്റ്റഡീസിന് അവിടെ നിന്ന് കൊടുക്കണമേ. നല്ല പ്ലേസ്മെൻറ്റുകൾ ഒരുക്കണമേ. ദൈവമേ, നല്ല കുടുംബജീവിതങ്ങളെ കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന മക്കൾക്ക് ദൈവമേ കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളില്ലാതിരിക്കുന്നവർക്ക് ഭവനത്തെ അവിടെ നിന്ന് കൊടുക്കണമേ. ദൈവമേ, വാടക കൊടുക്കുവാനില്ലാതെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് കരുതുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി പിന്നെയും ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വരുന്ന ഇലക്ഷനെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ തീരുമാനമുള്ള ദൈവമേ, ദൈവം കണ്ടിരിക്കുന്നവർ അതിലേക്ക് കടന്നു വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, വിവിധ ചെറുതും വലുതുമായിരിക്കുന്ന വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ പകർച്ചവ്യാധികൾ വന്ന് ദൈവമേ ചുമയുടെയും പനിയുടെയും ഒക്കെ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ത്രോട്ട് പെയിനിൽ ദൈവമേ സിവിയറായി വന്ന് ദൈവമേ അതിൻ്റെ മറ്റ് പല വിഷമതകൾ അനുഭവിക്കുന്നവരെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഡിസ് കംപ്ലൈൻറ്റുകൾ മറയട്ടെ. ദൈവമേ, സ്പോണ്ടിലോസിസ് കംപ്ലൈൻറ്റുകളെ അവിടെ നിന്ന് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് കംപ്ലൈൻറ്റുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വേരിക്കോസ് കംപ്ലൈൻറ്റുകളെ ദൈവമേ ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായൊക്കെ ദൈവമേ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ ചൊല്ലി മനസ്സിൽ വരുന്ന ചില ഭയം, അതിൽ നിന്നെല്ലാം ദൈവമേ പ്രിയ മക്കളെ അവിടെ നിന്ന് കർത്താവെ സമാധാനത്തോടെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ട മക്കളെയും അപ്പായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ യാത്രകളിലൊക്കെ വന്നിരിക്കുന്ന കൺഫ്യൂഷനുകൾ, പലരും പല സ്ഥലത്ത് സ്റ്റക്കായിപ്പോയി. കർത്താവെ, അപ്രതീക്ഷിതമായി വന്ന നഷ്ടങ്ങൾ, ദൈവമേ ഇങ്ങനെ അത് മുഖേനയുള്ള യാത്രകൾ മുടങ്ങിപ്പോയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് വന്ന ദൈവമേ എല്ലാ തകർച്ചകളെയും ദൈവമേ അവിടെ നിന്ന് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. എല്ലാറ്റിനും സൊല്യൂഷൻ കർത്താവാണ്. അങ്ങേക്കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത ഒന്നുമില്ല കർത്താവെ. ഞങ്ങളുടെ ബുദ്ധികളെക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുന്നേറുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കള്ളൻ വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ തന്നെ നമ്മെ ബലപ്പെടുത്തുവാനും അനുഗ്രഹിക്കുവാനുമുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു വചനമാണിത്. കാരണം ഈ ഭൂമി മുഴുവൻ പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു. ആരെ വിഴുങ്ങേണ്ടു, ആരെ വലക്കേണ്ടു, ആരെ നശിപ്പിക്കേണ്ടു എന്നറിയാതെ ശത്രുവായിരിക്കുന്ന പിശാച് സകല മനുഷ്യരിലേക്കും അവൻ കണ്ണു വയ്ക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി കള്ളനായിരിക്കുന്ന പിശാച് വരുന്നു. നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കുവാൻ, നമ്മുടെ ആരോഗ്യത്തെ മോഷ്ടിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ സകല നന്മകളെയും തടഞ്ഞ് ആ സകലതിനെയും ബ്ലോക്കാക്കി കളയുവാൻ, തലമുറകളെ നശിപ്പിക്കുവാൻ, ബന്ധങ്ങളെ ഇല്ലാതാക്കി കളയുവാൻ ഒക്കെ പിശാച് വരുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ്, ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ നാഥനും നടത്തിപ്പുകാരനുമായും ഒക്കെ നമ്മൾ കർത്താവിനെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും കർത്താവിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമ്മിലേക്കൊരു ദൈവിക ജീവൻ പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുവരെ ഇല്ലാതിരിക്കുന്ന ഒരു സന്തോഷം നമ്മിൽ ഉണ്ടാകുകയാണ്. ദൈവം നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരുന്നു. ബന്ധങ്ങളിൽ ദൈവികമായിരിക്കുന്ന ഒരു ജീവനെ ദൈവം നൽകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചിനെ ഓടിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തോട് അടുത്ത് നിൽപ്പിൻ അവൻ നിങ്ങളോടും അടുത്ത് വരും. പിശാചിനോട് അകന്നു നിൽപ്പിൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദുഷ്ടൻ പല്ലുകടിച്ച് ഊരുകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും എന്നുള്ള സകല വചനങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിലും നിങ്ങൾ ഏറ്റെടുത്ത്
പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സമൃദ്ധി നമ്മുടെ ദേഹി ആത്മാവിൽ നിറയുവാൻ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളിൽ, മാനസിക മണ്ഡലത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ ആ ജീവൻ നിറയുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഇന്ന് പകൽക്കാലവും ദൈവമക്കളായിരിക്കുന്ന നിങ്ങൾ ശക്തരായി മാറുവാൻ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.